ഇവിടെ പറയാൻ പറ്റുമോ എനിക്കറിയില്ല, പക്ഷെ ഞാനൊരു കട്ട RCB ഫാനാണ്. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത് അച്ചീവ് ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് വിരാട് കോഹ്ലി കപ്പടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഡ്രീം തന്നെയായിരുന്നു വിരാട് കോഹ്ലി കപ്പടിക്കുന്നു. എനിക്ക് ഇനി വരുന്ന കുട്ടികളോട് പറയാനുള്ള കാര്യം അത് തന്നെയാണ്. നമ്മൾ ഇതിപ്പോ അടുത്ത എക്സാം കിട്ടും അല്ലെങ്കിൽ തൊട്ടടുത്ത വർഷത്തെ കിട്ടുന്നല്ല, നമ്മൾ ഇത്രയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കുക. മീൻസ് പെട്ടെന്ന് കിട്ടുന്ന ഒരു ജോബൊന്നും ആയിരിക്കില്ല. ചിലർക്ക് ഇത് പെട്ടെന്ന് കിട്ടും, ചിലർക്ക് പെട്ടെന്ന് കിട്ടിക്കോളുന്നില്ല. വിരാട് കോഹ്ലി 18 വർഷം എടുത്തു ഒരു കപ്പടിക്ക്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് കഴിവില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, പക്ഷെ ഒരുപാട് ഫാക്ടേഴ്സ് ഇതിന് നമുക്ക് സെറ്റായി വരണം, എന്നെങ്കിലും നമുക്ക് ഇത് ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ RCB കപ്പടിക്കുന്നു, കൃത്യം ഒരാഴ്ച കഴിഞ്ഞു ഞാൻ എന്റെ ഡ്രീം അച്ചീവ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഇത് ഡ്രീമാണോ റിയാലിറ്റി ആണോ എന്ന്. മീൻസ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരുപാട് കാര്യങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ നടക്കുന്നേരോ ഒരു വളരെ ഒരു സന്തോഷമായിട്ടുള്ള കാര്യമാണ്. എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, മണി കാൺ ബൈ ഹാപ്പിനെസ് എന്നൊക്കെ. പക്ഷെ ഫിലോസഫിക്കലി പറയാന്നല്ലാതെ അത് അത്രത്തോളം അത് എഫക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് അതിന്റെ ആവശ്യമുണ്ട്. ഫിനാൻഷ്യലി നമുക്ക് സ്റ്റേബിൾ ആവണം, ഇക്കണോമിക്കലി ആ ഒരു സപ്പോർട്ട് കിട്ടണം നമുക്കുണ്ട്. കാരണം എനിക്ക് 24 വയസ്സ് വരെ ഞാൻ വേറെ ഒരു സോഴ്സും ഇല്ലായിരുന്നു. എനിക്ക് എന്റെ ഗ്രാൻഡ് പാരന്റ്സും അച്ഛനും അമ്മയും ഒക്കെ തന്നെയാണ് എന്നെ ഫിനാൻഷ്യലി എന്നെ സഹായിച്ചത്. ഇപ്പൊ ഇത്രയും വർഷമായിട്ടും അവരോട് തന്നെ ഞാൻ പിന്നെ ചോദിക്കുക, അല്ലാതെ മറ്റ് അങ്ങനത്തെ ജോലികൾക്കൊന്നും ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ ഇനി ഒരു വർഷം കൂടി അങ്ങനെ മീൻസ് ഈ ഒരു ഏജ് എത്തുമ്പോ എന്തായാലും കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു കാര്യമാണത്. എന്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ല, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? മീൻസ് ഫ്രണ്ട്സ് ആയിട്ട് ഇപ്പൊ ട്രിപ്പ് പോകുമ്പോഴൊക്കെ ആണെങ്കിലും ഒരു സിനിമയ്ക്ക് പോവാണെങ്കിലും എന്തിനാണെങ്കിലും അവരോട് ചോദിക്കണം. അപ്പോ ആദ്യമൊക്കെ ഓക്കെ ആയിരുന്നു, പിന്നെ എനിക്ക് തന്നെ ഒരു മടി വരാനൊക്കെ തുടങ്ങി. ഹായ്, എൻ്റെ പേര് അമലശു. ഞാൻ വെരാന്ത റേസ് കാലിക്കറ്റ് ബ്രാഞ്ചിന്റെ അക്കാഡമിക് ഹെഡാണ്. SBI ക്ലാറ്റ് 2024 റിസൾട്ട് അനൗൺസ് ആയിട്ടുണ്ട്. കോഴിക്കോട് ബ്രാഞ്ചിൽ എല്ലാ പ്രാവശ്യത്തെയും പോലും ഈ തവണ നിരവധി പേർ ക്ലിയർ ആയിട്ടുണ്ട്. നമുക്ക് അമിത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് അമിത്തിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് അമിത്. ഹായ് അമിത്, ഞാൻ അമിത്തിനെ 2022 മുതലാണ് കാണാൻ തുടങ്ങിയത്. 22 മുതൽ എന്ന് പറയുന്നതിനെക്കാട്ടും നല്ലത് 2022 ഞാൻ അമിത്തിനെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മീറ്റ് ചെയ്യുന്നത് 2024 ഓക്കെ. അമിത് ഒരു ആസ്പിറന്റ് ആയിട്ട് വന്നു, ഇപ്പൊ ഒരു അച്ചീവറായി മാറിയിട്ടുണ്ട്. എന്താണ് അമിത്തിന് പറയാനുള്ളത്? ഞാൻ 2022 മെയ് മാസത്തിൽ ഇവിടെ വരാന്ത റേസിൽ വന്ന് അഡ്മിഷൻ എടുത്തതാണ്. അപ്പോൾ അന്ന് ഞാൻ ബാങ്ക് എക്സാമിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഇവിടെ വന്ന് ജോയിൻ ചെയ്തത്. പക്ഷേ എനിക്ക് ഒരു സെൽഫ് കോൺഫിഡൻസിൻ്റെ ഒരു കുറവ് എനിക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എത്ര വർഷം കഴിഞ്ഞാലും ഞാനിങ്ങനെ തന്നെ ഇരുന്ന് പോവോ, അല്ല എനിക്കിത് കിട്ടാൻ ഒരുപാട് സമയം എടുക്കുമെന്നൊക്കെ വളരെ ഒരു ഡൗട്ടിലായിരുന്നു ഞാൻ അന്ന് ഇവിടെ നിന്ന് ജോയിൻ ചെയ്തത് തന്നെ. അപ്പോൾ പിന്നെ അന്ന് ഡിഗ്രി കഴിഞ്ഞ് കൂടെയുള്ള ഫ്രണ്ട്സ് ഒരുപാട് പേര് PGക്കും BEdനും ഒക്കെ ജോയിൻ ചെയ്യുന്നതൊക്കെ ആയിട്ട് ഞാൻ അറിഞ്ഞു. അപ്പോൾ എനിക്കും വെറും ഡിഗ്രി മാത്രമായാൽ ഈ ക്വാളിഫിക്കേഷൻ്റെ കുറവും ആ ഒരു ടെൻഷനൊക്കെ കാരണം ഞാൻ 2022 തന്നെ BEdന് പോയി ജോയിൻ ചെയ്തു. അതിനുശേഷം 2 വർഷം കൊണ്ട് ഞാൻ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. 2024 ആയപ്പം വീണ്ടും എനിക്ക് തോന്നി ബാങ്ക് തന്നെയായിരുന്നു എൻ്റെ ലൈഫ് എന്ന് എനിക്ക് തോന്നി. വീണ്ടും 2024 ഞാൻ വരാന്ത റേസ് തന്നെ വന്ന് ജോയിൻ ചെയ്യാനുണ്ടായത്. 2024 ഏപ്രിൽ മാസത്തിലാണ് ഞാൻ വരാന്ത റേസിൽ ജോയിൻ ചെയ്തത്. അമിത് ഇപ്പം BEdന് പോയി, അതിനുശേഷമാണ് ബാങ്ക് കോച്ചിങ്ങിലേക്ക് തിരിച്ചു വരുന്നത്. ഓക്കെ, അപ്പം ഫാമിലിയിൽ നിന്നുള്ള അമിത്തിന് ഉള്ള സപ്പോർട്ടും അതിനെ പറ്റിയിട്ടൊന്ന് പറയാൻ പറ്റും? ഞാൻ പറഞ്ഞല്ലോ 2024 ഏപ്രിൽ മാസത്തിലാണ് 2ാമത്തെ തവണ ഇവിടെ വന്ന് ജോയിൻ ചെയ്തത്. അപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് തോന്നുന്നത് എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നാണെങ്കിലും എനിക്ക് നല്ലൊരു സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. ആരും എന്നോട് നീ എന്തിനാ BEdന് പോയിട്ട് കൂടെ പഠിച്ചവരൊക്കെ അന്ന് ഇപ്പോൾ അധ്യാപകരായിട്ടും പല സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു രണ്ട് ഫീൽഡ് തന്നെയാണല്ലോ, അപ്പോൾ എന്തിനാണ് ആ ഒരു ഫീൽഡ് സെലക്ട് ചെയ്തിട്ട് 2ാമതും ബാങ്കിലേക്ക് തന്നെ വരുന്നത് എന്ന് ചിലരൊക്കെ ചോദിക്കുമെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും ഇപ്പോൾ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് നിന്നാണെങ്കിലും അല്ലാത്ത ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നാണെങ്കിലും എനിക്ക് അങ്ങനെ ഒരു പ്രഷർ ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കൊന്നും ആരും എന്നെ അങ്ങനെ തള്ളിവിട്ടിട്ടൊന്നുമില്ല. അപ്പോൾ നിനക്കെന്താണോ ഇഷ്ടം, നിനക്കെന്താണോ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നീ എങ്ങനെ ജീവിക്കണം എന്നാണോ ആഗ്രഹിക്കുന്നത്, ആ ഒരു നിനക്കെന്താണോ ഇഷ്ടം അതിനുവേണ്ടി നീ കഷ്ടപ്പെട്ടോ. ബാക്കി അതിനുവേണ്ടി എന്ത് സപ്പോർട്ടാണെങ്കിലും ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും എൻ്റെ ഫാമിലി അടുത്താണെങ്കിലും അച്ഛനും അമ്മയും എടുത്തു പറയേണ്ട 2 പേരാണ്. ഇപ്പോൾ കൂടെ പഠിച്ചവരൊക്കെ പല സ്ട്രീമിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, പല ജോലിക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ BEd കഴിഞ്ഞ് 1 വർഷമായി. ഈ 1 വർഷം ഞാൻ ആര് ചോദിച്ചാലും കോച്ചിങ്ങിന് പോകാമെന്ന് മാത്രം പറയുന്നുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് നമുക്കറിയാം, ഈ ഗവൺമെൻറ് ജോബിന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ബാലികേറ മലയായിട്ടാണ് പലരും കാണുന്നത്. കാരണം ഇതൊരു ടൈം ഡ്യൂറേഷൻ നിങ്ങളെ കൊണ്ട് പറ്റൂല, ആ ഒരു ഇത് ഫസ്റ്റ് എടുത്തിട്ട് അല്ലേ? അതെ, അതും വരും. പിന്നെ ഇത് എത്ര വർഷം കൊണ്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതില്ല. അപ്പോൾ ബാക്കി എന്ത് കോഴ്സാണെങ്കിലും നമുക്കൊരു ടൈം പീരീഡ് ഉണ്ട്. 2 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക,
അല്ലെങ്കിൽ 4 വർഷത്തെ കോഴ്സ് അങ്ങനെ ഉണ്ട്. ഇത് നമ്മൾ ഏത് എക്സാമാണ് നമ്മൾ അച്ചീവ് ക്രാക്ക് ചെയ്യാൻ പറ്റുകയെന്ന് പോലും നമുക്കറിയില്ല. ഞാൻ BEdൻ്റെ എക്സാം കഴിഞ്ഞു, മാർച്ച് മാസത്തിൽ കോഴ്സ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഏപ്രിലിൽ തന്നെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഹൈഫ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ തൊട്ടടുത്ത മാസം തന്നെ, മീൻസ് ഒരു മാസം പോലും കളയുന്നത് എൻ്റെ ലൈഫിൽ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നെനിക്ക് തോന്നി. അപ്പോൾ വെറുതെ സമയം കളയാനുള്ള സമയമല്ല, കാരണം ഈ ഒരു ടൈമിൽ നമ്മൾ എത്രത്തോളം നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നോ അത് ഫ്യൂച്ചറിൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവുക എന്ന് പിന്നെയാണ് എനിക്കിത് മനസ്സിലായത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ഫാമിലിയുടെ അടുത്തുനിന്നാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നാണെങ്കിലും അവരൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ടും അവരൊക്കെ ഒരു പ്രാർത്ഥന കൊണ്ടും അവരെനിക്ക് വേണ്ടി എന്നെ അങ്ങനെ നമ്മളെ പ്രഷറാക്കാത്ത ഒരു സിറ്റുവേഷനിൽ കൂടെ എന്നെ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് പേര്. അപ്പോൾ ഈ ഒരു വർഷം ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഇൻവെസ്റ്റ് ചെയ്തു. അതേപോലെ എൻ്റെ കൂടെ നിന്ന് എന്നെ സഹായിച്ച അവർ പല രീതിയിൽ എന്നെ സഹായിച്ച പലരുണ്ട്. ഇപ്പോൾ ഇതൊരു ഞാൻ പറഞ്ഞല്ലോ ഒരു ടൈം ഡ്യൂറേഷൻ ഇല്ലാത്തതാണ്. അപ്പോൾ ഇതിന് നമുക്ക് സമയം ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, നമ്മുടെ എഫേർട്ട് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ പല സിറ്റുവേഷൻസിലൂടെ പല ഡിഫിക്കൽട്ടായിട്ടുള്ള ഡിപ്രസ്ഡ് സ്റ്റേറ്റ് പോലുള്ള നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് പേര് അങ്ങനെ പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു സപ്പോർട്ടോട് കൊണ്ടാണ് എനിക്കിത് ഇപ്പോൾ ഇത്രയും പെട്ടെന്ന് തന്നെ, അതായത് എൻ്റെ SBIയുടെ ഫസ്റ്റ് എക്സാമാണിത്. ഈ ഒരു വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എനിക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റിയത് ഇവരുടെ എല്ലാവരെയും ഒരു സഹായം കൊണ്ടും സപ്പോർട്ട് കൊണ്ടും തന്നെയാണ്. അമിത്, അപ്പം നമ്മളിപ്പം ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ ഇനീഷ്യൽ സ്റ്റേജ് നമുക്ക് പല ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം ആ ഒരു സമയത്ത് അമിത് ഫേസ് ചെയ്ത ബുദ്ധിമുട്ട് എന്താണ്? അപ്പം അതിൽ വരാന്ത റേസ് ഏതൊക്കെ രീതിയിൽ അമിത്തിന് സപ്പോർട്ടായിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വിശദീകരിക്കാൻ പറ്റും? ഞാൻ ഒരു 4 മുതൽ 5 മാസം വരെയാണ് ഇവിടെ പ്രിലിംസിൻ്റെ ക്ലാസ് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ബേസിക്സ് എല്ലാം ഇവിടുന്ന് ഞാൻ BSc മാത്സ് പഠിച്ചൊരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ ചിലർ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, ഈ മാത്സ് ഒരു ഫൗണ്ടേഷൻ ഉള്ളവർക്ക് അല്ലെങ്കിൽ മാത്സ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിച്ചവർക്കാണ് ഇത് കൂടുതൽ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുകയെന്ന് അതൊരു തെറ്റായൊരു ധാരണ പലർക്കും ഉണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. കാരണം നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി നമുക്കൊരു ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ അത് ആക്യുറേറ്റ് ആയിട്ട് എങ്ങനെ അത് കറക്റ്റായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു, ഒരുപാട് എനിക്ക് റേസിനുണ്ടായ ഏറ്റവും വലിയ സഹായം എന്താണെന്ന് പറഞ്ഞാൽ മാത്സ് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ BSc മാത്സ് സെലക്ട് ചെയ്തതൊക്കെ. പക്ഷേ അത് ഈ ബാങ്ക് എക്സാംസിൻ്റെ ഇതിലേക്ക് വരുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഒരു സമയം കൊണ്ട് ആരാണോ ക്രാക്ക് ചെയ്യുന്നത് അവർക്കാണ് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുക എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. കാരണം മാത്സ് ഒരുപാട് അറിഞ്ഞ ഒരാൾക്ക് ഇത് കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം ഇപ്പോൾ എന്നെക്കാളും കൂടുതൽ IQ ഉള്ളവർ ബുദ്ധിയുള്ളവരൊക്കെ ഇവിടെ ഉണ്ടാവും. പക്ഷേ ഈ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന പ്രശ്നം ഇതാണ്, അവർ ഏറ്റവും കുറഞ്ഞ ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ ആരാണോ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് അവർക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് റേസിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതിനുവേണ്ടി ഒരുപാടുള്ള ഷോർട്ട് കട്ട് ആയിട്ടുള്ള ട്രിക്കുകളും ഇപ്പോൾ മാത്സിലാണെങ്കിലും റീസണിങ്ങിലാണെങ്കിലും ഒക്കെ ഒരുപാട് ഷോർട്ട് ട്രിക്സും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഫാക്കൽറ്റീസും ടീച്ചേഴ്സും സാറ് തന്നെയാണ് എന്നെ മാത്സ് പഠിപ്പിച്ചത്. അപ്പോൾ സാറൊക്കെ തന്നെയാണ് എനിക്ക് ഇങ്ങനത്തെ ഒരുപാട് ട്രിക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ അത് എക്സാം ടൈമിൽ ഒരുപാട് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. പിന്നെ റേസിലെ ഒരു ക്ലാസ്സിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ മോർണിംഗ് ബാച്ചിലാണ് ചേർന്നത്. അപ്പോൾ 8 മണി മുതലാണ് എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് സെഷൻ ക്ലാസ് കണ്ടക്ട് ചെയ്യാണ് ചെയ്യുക. അതിനുശേഷം ഇവർ ഒരു സർക്കിൾ എന്ന് പറഞ്ഞൊരു പരിപാടി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അന്നന്ന് പഠിപ്പിച്ച ടോപ്പിക് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള റേസിൻ്റെതായിട്ട് തന്നെയുള്ള മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 5-6 പേര് കൂടി ഇരുന്ന് ഒരു സർക്കിളായിട്ടിരിക്കുന്നു. നമ്മളെ കൂടെ ഒരു മെൻറ്ററും ഉണ്ടാവും. അപ്പോൾ ആ മെൻറ്റർ സപ്പോർട്ടോടുകൂടി നമ്മൾ ആ ക്വസ്റ്റ്യൻസും ആ മെറ്റീരിയൽസും ഒക്കെ സോൾവ് ചെയ്യാണ്. അപ്പോൾ അതുവഴി നമുക്ക് അന്ന് പഠിച്ച ടോപ്പിക് ഏതാണോ അതൊന്നുകൂടി തറവായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ സർക്കിൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഈ 4 മാസത്തെ ബേസിക് ഫൗണ്ടേഷൻ ക്ലാസ് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. രാവിലെ ക്ലാസ് എടുക്കുന്നു, അതിനുശേഷം സർക്കിൾ കണ്ടക്ട് ചെയ്യുന്നു, മെറ്റീരിയൽസ് ഡിസ്കസ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ വന്നപ്പം തന്നെ എന്നെ അട്രാക്ട് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ലാബാണ്. അപ്പോൾ മറ്റെവിടെയും കാണാത്ത അത്രയും സിസ്റ്റംസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ തവണയും ഇങ്ങോട്ട് തന്നെ വരാൻ എനിക്കൊരു അട്രാക്ഷൻ ഉണ്ടായത്. മെയിൻ കാരണം ലാബ് തന്നെയാണ്. ഈ കോഴിക്കോട് വരാന്ത റേസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ലാബ് സൗകര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ പഠിച്ച ചിലർ തന്നെ ക്ലാസ് കഴിഞ്ഞിട്ട്, അതായത് ഈ 4-5 മാസത്തെ ഈ ഫൗണ്ടേഷൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലാബ് യൂസ് ചെയ്യാം, അതിനുശേഷം നമുക്ക് ലൈബ്രറിയിലൊക്കെ പോയിരുന്ന് പഠിക്കാം എന്നൊക്കെ ചിലരൊക്കെ പറയുമായിരുന്നു. എങ്കിലും ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസം കഴിഞ്ഞ് ആ ഒരു ടൈം ആകുമ്പോൾ തന്നെ എനിക്ക് തോന്നി വേണ്ട, ഇവിടുത്തെ വരാന്ത റേസിലെ
ടീച്ചേഴ്സ് തന്നെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ എത്രത്തോളം മോക്കടിച്ച് ഇപ്പോഴേ മോക്കടിച്ച് പ്രാക്ടീസ് ചെയ്യുക. എക്സാം വരുന്ന ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് മോക്കടിച്ചുകൊണ്ട് കാര്യമില്ല. ആദ്യമേ ആ മോക്കടിച്ചടിച്ച് അതിൻ്റെ ആ ഒരു ടൈം മാനേജ്മെൻ്റ് ആണല്ലോ ഈ എക്സാംസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, പക്ഷേ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ ചോദ്യം ആര് ചെയ്യുന്നു അവർക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ പറഞ്ഞു തന്നത് ഈ കോഴിക്കോട് റൈസിലെ ടീച്ചേഴ്സ് തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി അവരെന്നോട് സജസ്റ്റ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. നിങ്ങൾ എത്രത്തോളം മോക്ക് എടുക്കുന്നോ, മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ആപ്പുകളും കൂടാതെ ഈ റൈസിൻ്റെ ആപ്പ് തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളും പല എക്സാംസിന് വേണ്ടി ഷെഡ്യൂൾ ചെയ്ത് പ്രത്യേകം മോക്ക് ടെസ്റ്റുകളും സീരീസുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മാക്സിമം യൂസ് ചെയ്യുന്ന ആരാണോ അവർക്കിത് അച്ചീവ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അങ്ങനത്തെ ഒരുപാട് സജഷൻസ് ഇവരുടെ ഭാഗത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി അത് ഒരുപാട് വൈകി യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ആദ്യമേ എന്തായാലും ഈ എക്സാംസിലേക്ക് ഇറങ്ങി തിരിച്ചു. അങ്ങനെയാണെങ്കിൽ പിന്നെ മാക്സിമം കുറഞ്ഞ സമയം കൊണ്ട് ഇത് അച്ചീവ് ചെയ്താൽ അതെനിക്ക് തന്നെയാണ് ഭാവിയിൽ ഉപകാരം ഉണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ വരും. രാവിലെ ഞാൻ 8 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ ഡെയിലി പോയി വരുന്ന ഒരാളാണ്. ഇവിടെ ഒരുപാട് പേര് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മാക്സിമം പറയുമ്പോൾ 8 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ എത്തും, റേസിലെത്തുന്നതാണ്. പിന്നെ വൈകുന്നേരം ചില എക്സാമൊക്കെ അടുപ്പിച്ചാണെങ്കിൽ രാത്രി 7 മണി 7:30 വരെ ഇരിക്കുന്നവരുണ്ട്. അല്ലാതെ ചില സമയമാണെങ്കിൽ വൈകുന്നേരം വരെ ലാബ് യൂസ് ചെയ്യാറുണ്ട്. അത് തന്നെയാണ് ഇവരെ ഏറ്റവും വലിയൊരു ഇത് എനിക്ക് തോന്നുന്നത്. 24 hours ഇവർ ലാബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റെവിടെയും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഈ 24 മണിക്കൂർ നമുക്ക് എപ്പം വേണമെങ്കിലും അവൈലബിൾ ആയിരിക്കുന്ന ലാബും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പം വന്നാലും നമുക്ക് സിസ്റ്റം യൂസ് ചെയ്യാം, ഒരുപാട് മോക്ക് ടെസ്റ്റ് അതിൽ യൂസ് ചെയ്യാം, പിന്നെ വേറെ യൂട്യൂബിലല്ലാത്ത ക്ലാസ്സുകൾ കാണാം. അങ്ങനെ എല്ലാം കൊണ്ടും ഇവിടുത്തെ ലാബാണ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത്. ഇപ്പോൾ അമിത് ഇപ്പം ലാബ് യൂസിനെ പറ്റിയിട്ടും പിന്നെ മോക്ക് ടെസ്റ്റിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ അമിത് ഇപ്പം ഒരു ദിവസം എത്ര മോക്ക് ചെയ്യും? ഓക്കെ, അതിൻ്റെ പ്രോസസ്സ് ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർക്കിൾസിൽ നമുക്ക് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അത് നമ്മൾ പേപ്പറിലാണ് ചെയ്യുക. പക്ഷേ റിയൽ എക്സാംസിലേക്ക് വരുമ്പോൾ നമ്മൾ സിസ്റ്റത്തിലാണ് എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം എനിക്ക് നല്ലപോലെ ഫീൽ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഞാൻ ലാബ് കയറി മോക്ക് ടെസ്റ്റ് അടിച്ചു തുടങ്ങുന്ന ആ ടൈമിലൊക്കെ എനിക്ക് മോക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളത് അനലൈസ് ചെയ്യും. നമ്മൾ ആക്യുറസി എത്ര ഉണ്ട്, എത്ര സ്പീഡിലാണ് നമ്മൾ ചെയ്തത്, എത്ര മാർക്ക് അച്ചീവ് ചെയ്തു, എത്ര മാർക്ക് കിട്ടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നേരം ഫസ്റ്റൊക്കെ ഓക്കെ. ഇപ്പോൾ 100-ലാണെങ്കിൽ ഒരു 50-60 ആ ഒരു റേഞ്ചിലൊക്കെ. അപ്പോൾ നോക്കുന്നേരം എക്സാംസിൻ്റെ ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു 75-80 ആ റേഞ്ചിലൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായ കാര്യം ഞാൻ ഒരു 10-20 മാർക്ക് എപ്പോഴും ഷോർട്ടിലാണ് എന്ന് മനസ്സിലായി. പിന്നെ പ്രിലിംസൊക്കെ ആണെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ മോക്ക് ടെസ്റ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് ഡെയിലി ആ സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ തന്നെ രാവിലെ ഒന്നടിക്കുന്നു, അത് അനലൈസ് ചെയ്യുന്നു, ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഒരു ടെസ്റ്റ് എടുക്കുന്നു, അത് അനലൈസ് ചെയ്യുന്നു. അങ്ങനെ ഒരു 2 ചില ദിവസം 3 വരെ, എന്നാലും ഒരു ഓൺ ആൻ ആവറേജ് 2 മോക്ക് ടെസ്റ്റ് വരെ ഡെയിലി എടുക്കാറുണ്ടായിരുന്നു. പിന്നെ അത് ടെസ്റ്റ് അത്ര തന്നെയാണെങ്കിലും എൻ്റെ ആക്യുറസിയും സ്പീഡാണെങ്കിലും മാർക്കാണെങ്കിലും കയറി വരുന്നത് ഞാൻ കണ്ടു. അതായത് റിയൽ എക്സാംസിന്റെ ആ ഒരു 80 ആണെങ്കിൽ ഒരു 75 ആ ഒരു റേഞ്ചിലേക്ക് ഞാൻ തന്നെ സ്വയം അപ്ഡേറ്റ് ആയ പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങി. മനസ്സിലായി. വെച്ചാൽ റെഗുലർ ആയിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് അതെ. അതായത് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ചെയ്യുന്നപ്പോഴും ഒരു 2 മാസം കഴിഞ്ഞ് കിട്ടുന്ന മാർക്കും തമ്മിൽ എനിക്ക് തന്നെ വ്യക്തമായ ഒരു ധാരണ. ഓക്കെ, ഇപ്പം പൊതുവെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് ഇപ്പം മോക്ക് ടെസ്റ്റിനെക്കാട്ടും കൂടുതൽ അതിന്റെ അനലൈസിലാണ് ഇമ്പോർട്ടന്റ് അല്ലേ? അപ്പം അതില് അമിത്തിന് എന്താണ് പറയാനുള്ളത്? സാറ് ആ പറഞ്ഞത് ശരിയാണ്. കാരണം നമ്മൾ മോക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ 100 ക്വസ്റ്റ്യൻസ് ഉള്ളതാണെങ്കിൽ നമ്മൾ ഒരു 75-80 ക്വസ്റ്റ്യനൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യാറുള്ളൂ. ബാക്കി 20 എണ്ണം ഒന്നെങ്കിൽ ടൈം തീർന്നിട്ട് അല്ലെങ്കിൽ അറിയാത്തത് കൊണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്യും. അനലൈസിൻ്റെ സമയത്താണ് നമ്മൾ ഒഴിവാക്കി വിട്ട ബാക്കി 20 ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്പോഴാണ് കറക്റ്റായിട്ട് നോക്കുക. പിന്നെ നമുക്ക് ടെൻഷനൊന്നുമില്ല, സമയം ഒരുപാടുണ്ട്, അതിൻ്റെ കൃത്യമായ ആൻസർ അതിലെന്താണോ പ്രൊവൈഡ് ചെയ്തത്, ഇനി അതല്ല എനിക്ക് ഇവിടുത്തെ ടീച്ചേഴ്സ് പഠിപ്പിച്ച ഷോർട്ട് കട്ട് വഴി അതിലും എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നും കൂടി നമുക്ക് പിന്നീട് അനലൈസ് ചെയ്യാൻ പറ്റും. മനസ്സിലായി. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് 10-30 ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ആ സ്കിപ്പ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കുറച്ച് കൊണ്ടുവരാൻ തുടങ്ങി, 20 10 മനസ്സിലായി. അങ്ങനെ നമ്മുടെ അറ്റംപ്റ്റ് കൂട്ടി മാർക്ക് കൂട്ടി ഈ ആക്യുറസി ഒക്കെ കൂട്ടാൻ തുടങ്ങി. അപ്പോൾ ആ സ്പീഡ് കൂടുന്നേരം എനിക്ക് മനസ്സിലായി ഈ എത്രത്തോളം അനലൈസിസ് എന്നെ സഹായിച്ചിട്ടുണ്ട് എന്ന്. മീൻസ് എക്സാം കഴിഞ്ഞ് അനലൈസ് ചെയ്യുന്ന ടൈമിലാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഒഴിവാക്കി വിട്ടതിൽ ഈ 30 എണ്ണമായിരിക്കും ചിലപ്പോൾ നമ്മൾ റിയൽ എക്സാംസിൽ നമുക്ക് ചോദിക്കാൻ വരുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പോലും സ്കിപ്പ് ചെയ്യാണ്ട് ഈ 100 ക്വസ്റ്റ്യൻസും നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ
ഒന്നുകൂടി നോക്കുന്നത്? എന്ന് വെച്ചാൽ നമ്മളിപ്പം കുറച്ചും കൂടി നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ സെലക്ഷൻ കുറച്ചും കൂടി നല്ല രീതിയിൽ ആക്കാമായിരുന്നു ഉള്ളൊരു ബോധ്യം വരും അല്ലേ? ഓക്കെ അമിത്, ഇപ്പം നമുക്കിപ്പം ഈ ഒരു ബാങ്കിങ് പ്രിപ്പറേഷനിൽ ഇറങ്ങുന്ന മിക്ക ആൾക്കാർക്കുള്ളൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ആയിരിക്കും. കാരണം നമ്മളിപ്പോൾ ഒരു 2-3 മാസം നമുക്ക് റെഗുലറായിട്ട് നമ്മളിപ്പോൾ റീസണിങ്ങും കോണ്ടൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആ ഒരു നല്ല റീസണിങ്ങും കോണ്ടിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ സ്കോർ ചെയ്യും. പക്ഷേ ഇംഗ്ലീഷിൽ പല ആൾക്കാരിലും നമ്മൾ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഒരു 2-3 മാസം കഴിഞ്ഞാലും അവർക്ക് ഇംഗ്ലീഷ് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ, അപ്പം ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ അമിത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? ഈ പറഞ്ഞ പോലെ ഈ ബാങ്ക് എക്സാമിന് മെയിനായിട്ട് വരുന്നത് 4 സബ്ജക്റ്റാണ്. ക്വാണ്ട്, റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ്. നമുക്ക് GK അല്ല, പകരം ജനറൽ അവയർനെസ് ആണല്ലോ. അപ്പോൾ ഇതിൽ മാത്സ് ആണെങ്കിലും, അതായത് ക്വാണ്ട് ആണെങ്കിലും റീസണിങ് ആണെങ്കിലും ഓക്കെ, എനിക്ക് ഒരു എബവ് എവറേജ് ഏത് എക്സാംസിലാണെങ്കിലും ഞാൻ സ്കോർ ചെയ്യായിരുന്നു. പിന്നെ ബാക്കി വരുന്ന 2 ഈ നമ്മളെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ ലിസ്റ്റിലേക്ക് നമ്മൾ കയറോ ഇല്ലയോ, നമ്മൾ പുറത്താവോ ഇന്നാവോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്ന ഈ 2 സബ്ജക്റ്റാണ് ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സും ആണെന്ന് മനസ്സിലായി. കാരണം ബാക്കിയൊക്കെ ഏകദേശം എല്ലാവർക്കും ഒരേ റേഞ്ച് മാർക്ക്, ചെറിയ മാർക്ക് അങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും. ഇംഗ്ലീഷിലും GK യിലും ആരാണോ കൂടുതൽ സ്കോർ ചെയ്യുന്നത് അവരാണ് ഇത് അച്ചീവ് ചെയ്യുന്നത് എനിക്ക് പിന്നീട് മനസ്സിലായി. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഈ പ്രിലിംസിന് മാത്രം, മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പ്രിപ്പയർ ചെയ്യില്ലായിരുന്നു. ഇംഗ്ലീഷ് ആണോ എക്സാംസിന് തന്നെ? അതെ. ഓക്കെ ഓക്കെ. അപ്പോൾ ആദ്യം നമ്മൾ പ്രിലിംസിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഒരു എന്തായാലും ഇറങ്ങി. അപ്പോൾ ഒരു പ്രിലിംസെങ്കിലും അടിച്ചാൽ ഒരു കോൺഫിഡൻസ് ഒന്ന് ബൂസ്റ്റ് ആവുമല്ലോ എന്നുള്ളൊരു ചിന്ത വന്ന് ഒരുപാട് പ്രിലിംസിന് വേണ്ടി ഒരുപാട് ട്രൈ ചെയ്തു. അപ്പോൾ ഞാൻ എഴുതിയ ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് RRB ക്ലർക്ക് എക്സാം ആയിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ, അത് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എഴുതിയ എക്സാമാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഈ 1 മാർക്കിന് പ്രിലിംസ് നഷ്ടപ്പെട്ടു. അപ്പോൾ വലിയ ഒന്നുമില്ല, മീൻസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങിയ ടൈമിൽ തന്നെ ചെറിയൊരു മാർക്കിനാണ് ഇത് പോയത്. അപ്പൊ എനിക്ക് മനസ്സിലായി അതിലാണെങ്കിൽ ഇംഗ്ലീഷ് കോൺഫിഡൻസ് അതിൽ കിട്ടി. പക്ഷെ അതിലാണെങ്കിൽ മാത്സും റീസണിങ്ങും മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് മനസ്സിലായി അതെനിക്ക് ഓക്കെയാണ്, ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ഇംഗ്ലീഷും മറ്റു കാര്യങ്ങളാണെന്ന്. പിന്നെ അതിനുശേഷം ഈ IBPS POയുടെ പ്രിലിംസ് കിട്ടി. അപ്പൊ അതിന് മെയിൻസ് എഴുതണമല്ലോ. അന്നേരമാണ് ഞാൻ എഴുതുന്ന ഫസ്റ്റ് മെയിൻസ് അതാ. അപ്പോൾ ആ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ക്വാണ്ടും റീസണിങ്ങും ആ എക്സാമിനും ഓക്കെ ലെവലിൽ കിട്ടുന്നുണ്ട്. ബാക്കി ഇംഗ്ലീഷും GK യും എനിക്ക് എന്താ പറയുക തീരെ ഒന്നും ടച്ച് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. പിന്നെ അതിനുശേഷമാണ് ഞാൻ ഇംഗ്ലീഷ് കുറച്ചുകൂടെ ഒന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി ഞാൻ ഇംഗ്ലീഷ് എത്രത്തോളം. എങ്ങനെയാണ് അമിത് ഇംഗ്ലീഷിൽ വർക്ക് ചെയ്തത് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം നോർമലി ഇപ്പം പറയാറുണ്ട് റെഗുലറായിട്ട് ന്യൂസ് പേപ്പേഴ്സ് വായിക്കണം. ഓക്കെ, അപ്പം അമിത്തിന്റെ പേഴ്സണലി നോക്കുമ്പോൾ അമിത് എങ്ങനെയാണ് അത് ഇമ്പ്രൂവ് ചെയ്തത്? അപ്പോൾ ഇവിടുത്തെ ടീച്ചേഴ്സും ഫാക്കൽറ്റീസ് ആണെങ്കിലും മെൻറ്റേഴ്സ് ആണെങ്കിലും ഒക്കെ എന്നോട് പറയാറുണ്ടായിരുന്ന കാര്യമായിരുന്നു കൂടുതൽ ഹിന്ദു പേപ്പർ. നമുക്ക് ലൈബ്രറിയിൽ ഇവിടെ ഒരുപാട് ഇംഗ്ലീഷ് പേപ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പല കുട്ടികളും അത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റൊക്കെ എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ കുറച്ചൊരു മടിയുള്ള കൂട്ടത്തിലാണ്. കൂടുതലും മലയാളം ബുക്സ് തന്നെയാണ് ഞാൻ വായിക്കാറുള്ളതും. അപ്പോൾ എന്നാലും ഞാൻ ഹിന്ദു പേപ്പറൊക്കെ ഫസ്റ്റത്തെ ഒരു 1-2 മാസം ഇത് കിട്ടണമല്ലോ എന്ന് വിചാരിച്ച് വായിച്ചു തുടങ്ങി. അതിൽ വരുന്ന ഈ ഹിന്ദു പേപ്പറിൽ വരുന്ന എഡിറ്റോറിയൽസ് എന്താണോ അത് തന്നെയായിരിക്കും നമുക്ക് ഒട്ടുമിക്ക എക്സാംസിനും ഈ റീഡിങ് കോംപ്രിഹെൻഷൻ ആയിട്ട് RC ആയിട്ട് വരുന്നത് ഈ പോർഷൻ ആയിരിക്കും. അപ്പം അതുകൊണ്ട് ഹിന്ദു എഡിറ്റോറിയൽ കുറച്ചൊക്കെ വായിക്കാൻ തുടങ്ങി. പിന്നെ ഈ അറിയാത്ത നമുക്ക് ഇംഗ്ലീഷിൽ ഒരുപാട് വാക്കുകൾ ഉണ്ടല്ലോ വൊക്കാബായിട്ട്. അപ്പം അതിൻ്റെ സിനോണിം ആൻറ്റോണിം അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാറുണ്ട്, ഫില്ലേഴ്സ് ആയിട്ടും അല്ലാതെയൊക്കെ. അപ്പോൾ അങ്ങനത്തെ എനിക്കറിയാത്ത ചില വാക്കുകളുടെ മീനിങ്ങും ഞാൻ എൻ്റെതായിട്ട് തന്നെ ഒരു നോട്ട് ഉണ്ടാക്കി. അതിൻ്റെ മലയാളം മീനിങ്ങും ഒരു പ്രത്യേക നോട്ട് ഉണ്ടാക്കി. അപ്പോൾ സമയം കിട്ടുമ്പോൾ അത് ഇപ്പോൾ വേറൊരു പണിയില്ലാത്ത സമയമൊക്കെ ആണെങ്കിൽ വെറുതെ ഒന്ന് മറിച്ചിട്ട് നോക്കാമല്ലോ. കൃത്യമായി എല്ലാം പഠിക്കുക എന്നുള്ളതല്ല, എന്നാലും ചില വാക്കുകൾ കാണുമ്പോൾ നമുക്ക് കണ്ടൊരു പരിചയം ഉണ്ടാവും. ഇത് മുന്നേ ഞാൻ എഴുതി വെക്കുകയാണെങ്കിലുള്ള ഒരു ഉപകാരം എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. നമുക്ക് ഇത് ഞാൻ എവിടെയോ ഒന്ന് കണ്ടിട്ടുണ്ട്, മീൻസ് ഈ വാക്കിന്റെ എക്സാക്ട് മീനിങ് അറിയില്ലെങ്കിലും ഈ ഒരു ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, ഈ ഒരു വാക്യത്തിൽ ഇത് പ്രയോഗിക്കാലോ നമുക്കൊരു ഫീലെങ്കിലും തോന്നും. അപ്പോൾ ഏകദേശം നമുക്ക് അടിക്കാൻ പറ്റും. മീൻസ് ഇപ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ബാക്കി 3 അല്ലാന്ന് ഉറപ്പായാൽ തന്നെ നമുക്ക് മറ്റേത് കൂത്താൻ പറ്റും. അങ്ങനത്തെ ഒരു സ്റ്റേജും കൂടി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഞാൻ ഇവിടെ ഒരുപാട് ക്ലാസ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ യൂട്യൂബിലാണെങ്കിലും അല്ലാതെയും ഈ ഗ്രാമർ പോർഷൻസും ഒക്കെ ഒരുപാട് പേരുടെ ക്ലാസ്സുകൾ കണ്ട് റെഫർ ചെയ്ത് അത് തന്നെയായിരുന്നു ഇംഗ്ലീഷ് ഞാൻ ഇമ്പ്രൂവ് ചെയ്തത്. പിന്നെ എനിക്ക് ഇവിടുത്തെ മെൻറ്റേഴ്സ് പറഞ്ഞ ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, എല്ലാവരും പറയുന്ന പോലെ തന്നെ ക്വാണ്ട് റീസണിങ് ഒക്കെ ഏകദേശം കിട്ടും.
പിന്നെ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് ഈ ജനറൽ അവയർനെസ് ആണ്. അതിൽ നമുക്ക് ബാക്കി കോമ്പറ്റീറ്റേഴ്സിനേക്കാൾ ഒരു 10 മാർക്ക് അധികം കിട്ടുകയാണെങ്കിൽ ക്വാണ്ടിലോ റീസണിങ്ങോ എങ്ങാനും നമുക്ക് ഒരു 10 കുറയുകയാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അവിടെ മേക്കപ്പ് ചെയ്തെടുക്കാം. കാരണം ഈ SBI എക്സാമിന് സെക്ഷൻ കട്ട് ഓഫ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന സബ്ജക്റ്റിൽ ഇത്ര സ്കോർ വേണമെന്നില്ല, ടോട്ടൽ കയറിയാൽ മതിയല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഇതാണ്, ക്വാണ്ടിൽ ഇനി അഥവാ എക്സാം എന്തെങ്കിലും ഒരു പാളിച്ച പറ്റി 10 കുറഞ്ഞാലും ജനറൽ അവയർനെസ് നമുക്ക് ഒന്നും ചെയ്തു നോക്കാനില്ല, ഒന്നും ചെയ്യാനില്ല, അറിയെങ്കിൽ കുത്തുക, ഇല്ലേ പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ എക്സാം അടുപ്പിച്ച് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം മുതലേ നോട്ട്സ് ഉണ്ടാക്കിയായിരുന്നു. ജനറൽ അവയർനെസ്സിന് വേണ്ടി ഒരുപാട് PDF ആണെങ്കിലും യൂട്യൂബ് റെക്കോർഡ് ക്ലാസ് ആണെങ്കിലും ഒക്കെ അതൊക്കെ വെച്ച് ഒരുപാട് നോട്ട്സ് ഉണ്ടാക്കി എക്സാം ആകുമ്പോഴത്തേക്ക് അത് ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് വായിക്കുക, റിവൈസ് ചെയ്യുക. അതന്നെയാണ് ഇതൊക്കെ ഇവിടുത്തെ മെൻറ്റേഴ്സ് പറയുന്ന ഒരു കാര്യം തന്നെയാണത്. നമ്മൾ എത്രത്തോളം റിവൈസ് ചെയ്യുന്നോ, ജനറൽ അവയർനെസ്സിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അതാണ്. നമ്മൾ പഠിച്ച കാര്യം നമുക്ക് അറിയണ്ടാവും, പക്ഷേ എക്സാമിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കാണുന്ന നേരം നമുക്ക് ഇതൊക്കെ അറിയാം, പക്ഷേ ഓപ്ഷൻ 4 ഏകദേശം ഒരേപോലെ അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു സ്റ്റേറ്റിലേക്ക് നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കും. അപ്പോൾ എത്രത്തോളം നമ്മൾ റിവൈസ് ചെയ്യുന്നോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട്, കാരണം ആക്യുറസി ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. എക്സാംസ് 3-4 ഷിഫ്റ്റായിട്ട് നടക്കുന്നതുകൊണ്ട് നോർമലൈസേഷൻ അങ്ങനത്തെ കുറേ പരിപാടികളുള്ളതുകൊണ്ട് ആക്യുറസി ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണെന്ന് മനസ്സിലാക്കി. അപ്പം ഞാൻ റിവൈസ് ചെയ്ത് ഒരു 20 അടിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് ഞാൻ തന്നെ എത്തി. അത് നമുക്കൊരു കോൺഫിഡൻസ് തന്നെ ഉണ്ടാക്കും. അല്ല, ഇപ്പം ജനറൽ അവയർനെസ് പല ആൾക്കാരും പല രീതിയിലാണ് പഠിക്കാറ്. ഇപ്പൊ ചില ആൾക്കാർ എന്ത് ചെയ്യും, ഒറ്റയ്ക്ക് നോട്ട് ഉണ്ടാക്കി പഠിക്കും. ചില ആൾക്കാർ എന്താ വെച്ചാൽ അവർ ഫ്രണ്ട്സായിട്ട് അവര് ഡിസ്കസ് ചെയ്ത് പഠിക്കും. അമിത് എങ്ങനെയാണ് പഠിച്ചത്? ഒറ്റയ്ക്കാണോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടാണോ? ഞാൻ എൻ്റെ ഒരു കോമൺ നേച്ചർ ഒഴിവാക്കിയിട്ടാണ് ഞാനിവിടെ ഈ ഒരൊറ്റ വർഷം എൻ്റെ ഒരു ലൈഫ് പോയത്. മീൻസ് ഞാനങ്ങനെ ഒരുപാട് ഫ്രണ്ട്സായിട്ട് സംസാരിക്കാനും മിങ്കിൾ ചെയ്യാനും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി വേണ്ട, തൽക്കാലം ഒന്ന് ലിമിറ്റ് വെക്കാന്ന് വിചാരിച്ച് ഇവിടെ റേസിൽ എനിക്ക് വളരെ ചുരുക്കം ചില ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. അധികം ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാൽ കളിയായി മാറുമോ ആ ഒരു ടെൻഷനാണോ? ഇനി എൻ്റെ ഒരു നേച്ചർ വെച്ചിട്ട് ഞാൻ അതിലേക്ക് പോകാനൊരു ചാൻസ് ഉണ്ട്. അത് എനിക്കാണല്ലോ ഏറ്റവും കൂടുതൽ അറിയാം. ഒരുപാട് സർക്കിൾ വന്നാൽ ചിലപ്പോൾ ഞാൻ ഡൈവേർട്ട് ആയി പോകും. ഞാനിവിടെ വന്നത് തന്നെ ഈ ഒരു ഒറ്റ കൊല്ലം എനിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള ഒരു മൈൻഡിലാണ് ഞാൻ വന്നത്. അപ്പോൾ ഇനി എനിക്ക് കളയാൻ സമയമില്ല, അതും കൂടി മനസ്സിലാക്കി. നമ്മൾ എത്രത്തോളം മുന്നേ അച്ചീവ് ചെയ്യുന്നോ നമുക്ക് തന്നെയാണല്ലോ അതിൻ്റെ ലാഭം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ഗ്രൂപ്പായിട്ടുള്ള ഇതും സർക്കിൾ സ്റ്റഡി അത് ഞാൻ മാക്സിമം കുറച്ചിരുന്നു. ഞാൻ സെൽഫ് സ്റ്റഡി തന്നെയാണ് ഞാൻ യൂസ് ചെയ്ത മെത്തേഡ് എന്ന് പറയുന്നത്. എൻ്റേതായിട്ടുള്ള നോട്ട്സ് ഉണ്ടാക്കുക, എൻ്റേതായിട്ടുള്ള സ്ട്രാറ്റജി വെച്ചിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്ന ഒരാൾ തന്നെയായിരുന്നു ഞാൻ അധികവും. ഇപ്പം അമിത് ഇപ്പം മെയിൻലി ഇപ്പം പ്രിലിംസിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ മെയിൻസിന് വേണ്ടിയിട്ടാണോ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത്? നമുക്കിവിടെ ആദ്യം ഒരു 4-5 മാസം പ്രിലിംസ്, അതായത് ബേസ് സെറ്റാക്കി എടുക്കുക എന്നുള്ള ഒരു ക്ലാസ്സാണ് റേസിൽ ആദ്യം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചേർന്ന സമയത്ത് തന്നെ മോക്ക് ടെസ്റ്റ് അടിക്കാറുള്ളതൊക്കെ പ്രിലിംസ് ബേസ് ചെയ്തിട്ടായിരുന്നു. കാരണം പ്രിലിംസ് കിട്ടിയാലേ നമുക്ക് മെയിൻസ് അറ്റൻഡ് ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് സമയം ഞാൻ ആദ്യം ഇൻവെസ്റ്റ് ചെയ്തത് പ്രിലിംസ് അച്ചീവ് ചെയ്യാന്നുള്ള ഒരു മൈൻഡ് തന്നെയായിരുന്നു. എക്സാംസ് മോക്ക് ടെസ്റ്റ് ആണെങ്കിലൊക്കെ അടിച്ചതൊക്കെ. പിന്നെ അതിനുശേഷം ഈ പ്രിലിംസ് കിട്ടി തുടങ്ങിയാലാണ് ഞാൻ മെയിൻസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പ്രിലിംസിൻ്റെ റിസൾട്ട് വന്ന് ഒരു വെറും 2 ആഴ്ച ഒരു ഗ്യാപ്പിലാണ് പിന്നെ മെയിൻസ് എക്സാം കണ്ടക്ട് ചെയ്യുക. അപ്പോൾ മെയിൻസിന് ഒരിക്കലും ആ ഒരു ടൈം കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം അല്ലല്ലോ ഈ ബാങ്ക് എക്സാംസിൻ്റെ മെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു എക്സാം അറ്റൻഡ് ചെയ്തപ്പോൾ IBPSൻ്റെ എക്സാം അറ്റൻഡ് ചെയ്തപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഇത് ഈ 2 ആഴ്ചത്തെയോ അല്ലെങ്കിൽ 2 മാസത്തെ പോലും പ്രിപ്പറേഷൻ പോരാ ഒരു മെയിൻസ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷമാണ് ഞാൻ ഈ ജനറൽ അവയർനെസ്സിൻ്റെ ക്ലാസ്സുകൾ കാണാനും ഇംഗ്ലീഷ് കൂടുതൽ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് നോക്കുന്നത് അതിന് ശേഷമാണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ ആദ്യത്തെ ഒരു 4-5 മാസം പ്രിലിംസിന് മാത്രമായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തു. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വെറും പ്രിലിംസ് മാത്രം നോക്കിയിരുന്നുള്ള പ്രശ്നം ഇതാണ്. പ്രിലിംസ് കിട്ടി ഇനി മെയിൻസ് നോക്കാമെന്ന് വിചാരിച്ചാൽ നടക്കൂല. അപ്പോൾ രണ്ടും ഒരേ സമയം തന്നെ കൊണ്ടുപോകുന്നതാണ് അതിൻ്റെ ഒരു, എങ്കിലേ നമുക്ക് കാര്യം ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് പ്രിലിംസ് കിട്ടി മെയിൻസ് എന്തായാലും ഡിസ്ക്വാളിഫൈ പോകും. പിന്നെ അടുത്ത വർഷത്തെ എക്സാമിന് നമ്മൾ വീണ്ടും കാത്തിക്കണം. അടുത്ത പ്രിലിംസ് കിട്ടി പിന്നെ മെയിൻസിന് പിന്നെയും പ്രിപ്പയർ ചെയ്യുക. അത് ടൈം പിന്നെയും പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ പ്രിലിംസ് നിങ്ങൾ ഏകദേശം ഒരു അടിക്കുന്ന ഒരു ലെവലിൽ എത്തുകയാണെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും ഈ ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. ക്വാൺസിൻ്റെ കുറച്ചുകൂടി ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് അത് ഇവർ തന്നെ കോഴിക്കോട് റേസ് തന്നെ നമുക്ക് എക്സ്ട്രീം ബാച്ച് എന്ന് പറയുന്ന ഒരു ബാച്ചൊക്കെ പ്രൊവൈഡ് ചെയ്തിരുന്നു. അതായത് മെയിൻസിന് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ടുള്ള ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊക്കെ ഇരുന്ന് അതിന് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ടീച്ചേഴ്സും കൂടുതൽ അങ്ങനത്തെ മെറ്റീരിയൽസൊക്കെ തന്ന്
നമ്മൾ തന്നെ ഒന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അങ്ങനത്തെ ഒരു ഇത് കൊണ്ടൊക്കെയാണ് എനിക്ക് ഈ മെയിൻസ് ഇപ്പോൾ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ അമിത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ ബേസ് സ്ട്രോങ് ആക്കുക. ബേസ് സ്ട്രോങ് ആക്കുന്ന കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, മെയിൻസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. എന്ന് വെച്ചാൽ അതിൻ്റെ ആദ്യ പടിയായിട്ട് ഇംഗ്ലീഷ് സ്ട്രോങ് ആക്കുക, ജനറൽ അവയർനെസ് സ്ട്രോങ് ആക്കുക, അല്ലേ? ഓക്കെ. അപ്പം അമിതിൻ്റെ അടുത്ത് ഇപ്പം ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം അമിതിനിപ്പം 24 വയസ്സ്. 24. എൻ്റെ ജൂൺ 10-നാണ് എൻ്റെ ബർത്ത്ഡേ. അന്ന് എനിക്ക് 24 വയസ്സായി. അപ്പോൾ ഏകദേശം ആ ഒരു വീക്കിൽ ഇതിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ആദ്യം അറിയായിരുന്നു. അപ്പോൾ നല്ല ടെൻഷനിലായിരുന്നു. അപ്പോൾ എന്നെ ചുറ്റുപാടും കാണുന്ന ചിലർക്കെങ്കിലും അറിയാം അന്ന് എത്രത്തോളം ഞാൻ ടെൻസ്ഡ് ആയിട്ടായിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കൂടെ ഞങ്ങൾ BEd ഒരുമിച്ച് പഠിച്ചായിരുന്നു, ഞാനും ഹൈഫ്യൂ. അപ്പോൾ ആ ഒരു വീക്ക് അവൾ എന്നെ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട്. ഇവളിനോട് ഇടയ്ക്ക് ചോദിക്കായിരുന്നു, എന്താ പ്രശ്നം എന്താ പറ്റി. മീൻസ് സാധാരണ കാണുന്ന ഒരു നേച്ചർ വിട്ടിട്ട് ഒന്ന് ടെൻസ്ഡ് ആയിട്ട് ഇത് കിട്ടിയില്ലെങ്കിൽ അടുത്തൊരു വർഷം ഇതേ എഫേർട്ട്. കാരണം ഈ ഒരു 6 മാസം ഞങ്ങൾ ഇവിടെ എക്സാംസിന് വേണ്ടി ഇരിക്കുന്ന ഈ ആസ്പിറൻസ് ആയിട്ടുള്ള കുട്ടികൾ എടുക്കുന്ന എഫേർട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ കിട്ടാതെ പോയവരും എഫേർട്ട് എടുക്കാത്തതുകൊണ്ട് കിട്ടിയെന്നല്ല, എന്തെങ്കിലും ചെറിയൊരു മൈന്യൂട്ട് കാര്യം കൊണ്ട് നഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും. 0.5 പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ എങ്ങനെ ചിന്തിക്കുന്നേ, എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു 1/2 മാർക്കിനൊക്കെ പോവുകയാണെങ്കിൽ വീണ്ടും ഒരു വർഷം ഇതേ എഫേർട്ട് ഒന്നുകൂടി എടുക്കണ്ടേ, ഇനി ഈ സ്റ്റേജ് തന്നെ ഞാൻ കടന്നു പോകണ്ടേ, അങ്ങനത്തെ ഒരുപാട് പല സ്റ്റേജിൽ കൂടി നമ്മൾ കടന്നു പോകും. അതിൽ നമ്മളെ കാണുന്നവരുണ്ടാവും. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് അതായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇവിടെ അങ്ങനെ ഫ്രണ്ട്സ് വളരെ കുറവായിരുന്നു. പക്ഷേ അല്ലാതെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരിടയ്ക്കിടയ്ക്ക് വരും, ഇടയ്ക്ക് വിളിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ നമുക്ക് അവിടെ പോവാ ഒന്ന് റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനായിട്ട് തന്നെ ഇരിക്കുന്നേരം നമുക്കൊരു ഇടയ്ക്കൊരു മടുപ്പൊക്കെ വരും. എന്നാലും നമ്മൾ കൺസിസ്റ്റൻസി വിടുകയാണെങ്കിൽ അവിടെ ഈ എക്സാംസിൻ്റെ നമ്മളെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണം. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മെൻ്റലി നമ്മൾ ഡൗൺ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. അതിന് നമുക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുക, നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ, ഇപ്പോൾ ചിലർക്ക് സ്പോർട്സ് ആയിരിക്കും, സിനിമയായിരിക്കും, അങ്ങനത്തെ എല്ലാം നമുക്ക് വേണം. അല്ലാണ്ട് വെറും ഇത് മാത്രമായിട്ട് ഇരുന്നാൽ, വെറും പഠിപ്പ് മാത്രമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇല്ല, അത് ഒരുപാട് കാലം നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. എന്തായാലും ഒരു മടുപ്പ് വരും. നമ്മൾ എത്രത്തോളം ഫോക്കസ്ഡ് ആണ്, മറ്റ് ഡിസ്റ്റർബൻസ് ഒക്കെ ഒഴിവാക്കി എന്ന് പറഞ്ഞാലും ഇടയ്ക്ക് നമുക്ക് അത് കയ്യിൽ നിന്ന് പോകും. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഉപകാരം ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും പലരും ഇടയ്ക്ക് വിളിച്ചാണെങ്കിലും അല്ലാണ്ട് ഇപ്പോൾ അച്ഛൻ്റെയും അമ്മേൻ്റെയും കാര്യം പറയുകയാണെങ്കിലും അവരെനിക്ക് അത്രയും മീൻസ് നിനക്ക് അടുത്ത എക്സാം കിട്ടുമോ, എന്താ ഇപ്പോഴത്തെ അവസ്ഥ, അങ്ങനെ വേറെ ഒരു രീതിയിലും എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. മീൻസ് ഇത്ര വർഷം കൊണ്ട് കിട്ടുമോ, അടുത്ത എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരു ചോദ്യം ഒന്നുമില്ല. ഞാൻ രാവിലെ പോകുന്നു, 8 മണിയാകുമ്പോഴത്തെ എവിടെ എത്തുന്നു, രാത്രി അതേപോലെ തന്നെ. മീൻസ് 7 മണിയാകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, തിരിച്ച് രാത്രി 9 മണിയാകുമ്പോൾ വീട്ടിൽ കയറുന്നു. അപ്പോൾ വളരെ കുറച്ച് സമയം ഞാൻ വീടായിട്ട് സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവർ കാണുന്നുണ്ട്, എൻ്റെ എഫേർട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടിയായിരിക്കും കൂടുതൽ അങ്ങനെ ആരും എന്നെ അങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല. മീൻസ് ഫാമിലിയുടെ എനിക്ക് ചോദിക്കാനുള്ളത് വെച്ചാൽ ഇപ്പം പല ആൾക്കാരും ഇപ്പോൾ ബാങ്ക് കോച്ചിങ് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അവർക്ക് അമിത്തിന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്തിനാണ് നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങി തിരിച്ചതെന്ന് ആദ്യം കൃത്യമായ ധാരണ നമുക്കുണ്ടായിരിക്കണം. മീൻസ് മറ്റുള്ളവർ എങ്ങനെ ഉന്തിത്തള്ളി അയച്ചത്, അല്ലെങ്കിൽ ഒരു കൊല്ലം വെറുതെ എങ്ങനെ നടക്കുക. ചിലർക്ക് ഞാൻ കാണുന്ന ഒരു ഇതാണ്, ഡിഗ്രി കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നറിയില്ല, എന്നാൽ പിന്നെ കൂടെയുള്ള ഒരുപാട് പേര് ഈ കോച്ചിങ്ങിന് പോയി ചേരുന്നുണ്ട്, ഞാനും പോയി നോക്കാം ഇതെന്താണെന്ന് അറിയാം. ചിലർക്കത് ഇവിടെ ചേർന്നതിന് ശേഷം മോട്ടിവേറ്റ് ആവുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അല്ലാതെ കൃത്യമായൊരു ധാരണ ഇല്ലാതെ വെറുതെ വന്ന് ചേരുന്നതുണ്ട്. പക്ഷെ എനിക്കൊന്ന് നമ്മളെന്തായി തീരണമെന്ന് നമുക്കൊരു ഇത് വേണം. നമ്മളെ എയിം എന്താണ്, നമ്മളെ ഡ്രീം എന്താണെന്ന്. പിന്നെ നമ്മൾ ഈ മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ നോക്കുക, ഇതിൻ്റെ നമ്മളെന്തായാലും ഈ മേഖലയിലേക്ക് ഇറങ്ങി തിരിച്ചു, അങ്ങനെയാണെങ്കിൽ ഇത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എന്താണ്. ഇപ്പോൾ ഒരു 100,000 കോഴ്സ് നമ്മുടെ ഇപ്പോൾ തന്നെ ഈ ഒരു ലോകത്തുണ്ട്. അപ്പോൾ ഒരുപാട് പേര് പുറത്തു പോയി പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവിടെ തന്നെ ഒരുപാട് ഷോർട്ട് ടേം കോഴ്സ് ഒരുപാട് യൂസ് ചെയ്യുന്നവരുണ്ട്. പ്രൈവറ്റായിട്ട് മറ്റൊരുപാട് ജോലികൾ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതൊന്നൊക്കെ എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. മീൻസ് സാലറി എത്ര, അത് മീൻസ് ഒരു പ്രൈവറ്റ് ആണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും ഒക്കെ സാലറിനേക്കാളും കൂടുതൽ ഞാൻ നോക്കിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജോബ് സെക്യൂരിറ്റിയാണ്. മീൻസ് ഏതൊരു സ്റ്റേജ് വരികയാണെങ്കിലും നമ്മുടെ കയ്യിൽ എക്കണോമിക്കലി നമ്മൾ സ്റ്റേബിൾ ആവുകയാണെങ്കിൽ ബാക്കി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓക്കെ ആവും. ഇപ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, മണി കാൺ ബൈ ഹാപ്പിനെസ് എന്നൊക്കെ. പക്ഷെ അത് ഒരു ഫിലോസഫിക്കലി പറയാന്നല്ലാതെ
അത് അത്രത്തോളം അത് എഫക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്കതിൻ്റെ ആവശ്യമുണ്ട്. ഫിനാൻഷ്യലി നമുക്ക് സ്റ്റേബിൾ ആവണം, ഇക്കണോമിക്കലി ആ ഒരു സപ്പോർട്ട് കിട്ടണം നമുക്കുണ്ട്. കാരണം എനിക്ക് 10-24 വയസ്സ് വരെ ഞാൻ വേറെ ഒരു സോഴ്സും ഇല്ലായിരുന്നു. എനിക്ക് എൻ്റെ ഗ്രാൻഡ് പാരൻസും അച്ഛനും അമ്മയും ഒക്കെ തന്നെയാണ് എന്നെ ഫിനാൻഷ്യലി എന്നെ സഹായിച്ചത്. അപ്പോൾ ഇത്രയും വർഷമായിട്ടും അവരോട് തന്നെ ഞാൻ പിന്നെ ചോദിക്കുക, അല്ലാതെ മറ്റ് അങ്ങനത്തെ ജോലികൾക്കൊന്നും ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി ഒരു വർഷം കൂടി അങ്ങനെ മീൻസ് ഈ ഒരു ഏജ് എത്തുമ്പോൾ എന്തായാലും കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു കാര്യമാണത്. എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ല, ഇപ്പം ഞാൻ എന്ത് ചെയ്യും? മീൻസ് ഫ്രണ്ട്സായിട്ട് ഇപ്പോൾ ട്രിപ്പ് പോകുമ്പോഴൊക്കെ ആണെങ്കിലും ഒരു സിനിമയ്ക്ക് പോകുകയാണെങ്കിലും എന്തിനാണെങ്കിലും അവരോട് ചോദിക്കണം. അപ്പോൾ ആദ്യമൊക്കെ ഓക്കെ ആയിരുന്നു, പിന്നെ എനിക്ക് തന്നെ ഒരു മടി വരാനൊക്കെ തുടങ്ങി. അമിത്, എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ആ റിസൾട്ട് വന്ന ഒരു മൊമെന്റിൽ എന്തായിരുന്നു അമിത്തിന്റെ ഒരു മൈൻഡിൽ ഓടിക്കൊണ്ടിരുന്നത്? അത് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. മീൻസ് എനിക്കിത് കിട്ടുമോ കിട്ടൂലെന്ന് ചെറിയൊരു ബോർഡറിൽ തന്നെ നിൽക്കുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെൻ്റ് എന്ന് പറയാം ലൈഫിൽ ഇതുവരെ ഉണ്ടായിരിക്കുന്നതിൽ. നമ്മൾ പറയുമല്ലോ, മരിക്കുന്നവരെ എനിക്ക് ഈ ഓർമ്മ കൂടെ തിരിച്ചു കൊണ്ടുപോകണം എന്ന് പറയുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഓർമ്മ തന്നെയായിരിക്കും ഇത്. കാരണം എൻ്റെ ഡ്രീമായിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം ഞാൻ അച്ചീവ് ചെയ്ത ആ ഒരു മൊമെൻറ്റ് അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അതിന് ശേഷം ഞാൻ ഈ കാര്യം എൻ്റെ വീട്ടിൽ അച്ഛനോടും അമ്മേനോടും പറയുന്നതായാലും എന്നെ മനസ്സിലാക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സിനെ അവരോടൊക്കെ ഞാൻ പറയുന്ന കാര്യം അതൊക്കെ ഞാൻ ഒരുപാട് കാലം മുന്നേ ഞാനിങ്ങനെ മൈൻഡിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്നത് നാളെ എൻ്റെ സ്വപ്നം നടക്കുമ്പോൾ ഞാൻ ഇവരോട് ഇത് ഷെയർ ചെയ്യും. അപ്പോൾ അവരുടെ മുഖത്ത് നിന്നാകുന്ന സന്തോഷം, എനിക്ക് എന്നെ തന്നെ സംതൃപ്തിപ്പെടുത്താൻ പറ്റുന്ന ആ ഒരു ഇത്, അതൊക്കെ ഞാനിങ്ങനെ മുന്നേ കാണുന്നത് തന്നെയാണ്. അപ്പോൾ ആ ഒരു മൊമെൻറ്റ് ഈ റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പോൾ ആ ടൈമിലും ഞാൻ ഈ റേസിൻ്റെ ലാബിൽ തന്നെയാണുള്ളത്. എന്ന് വെച്ചാൽ എക്സ്പെക്ടേഷൻ റിയാലിറ്റി ആയപ്പോൾ. അതെ. എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനും ഹൈഫയും കൂടെയാണ് ഇവിടെ വരുന്നതും ഒക്കെ പഠിക്കുന്നതും എന്തായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അടുത്ത എക്സാംസിന് വേണ്ടി ഇത് എഴുതി കഴിഞ്ഞു. അപ്പോൾ അതും കൂടെ എനിക്ക് പറയാനുണ്ട്. കാരണം ഒരു എക്സാം കഴിഞ്ഞാൽ അവിടെ നിർത്തരുത്. അത് കിട്ടുമല്ലോ നമുക്കറിയില്ല. നമ്മൾ അടുത്ത എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ ഞങ്ങൾ അടുത്ത വർഷത്തെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആ ടൈമിലാണ്, ലാബിലിരുന്ന് മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന ആ ടൈമിലാണ് ഈ ഒരു റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരു ഫ്രണ്ട് വന്നിട്ട്, എടാ അങ്ങനെ റിസൾട്ട് വന്നിട്ടുണ്ട് നോക്കിയോന്ന് ചോദിച്ച്, അപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ കയ്യും കാലൊക്കെ വിറയ്ക്കാന്ന് അറിയില്ലേ. എനിക്ക് എൻ്റെ ഹോൾ ടിക്കറ്റ് വേണം, റോൾ നമ്പർ നോക്കെ, അതെടുക്കാൻ പറ്റുന്നില്ല, ഒന്നുമില്ല. ഞാൻ നേരെ ഫോൺ അവന് കൊടുത്ത്, ഇങ്ങനെ നോക്കിക്കോന്ന് പറഞ്ഞു. ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല, നമുക്ക് കിട്ടിയിട്ടുമില്ല, കിട്ടിയിട്ടുണ്ടോ ഒന്നും അറിയില്ല. എന്നാലും വന്നു എന്ന് പറയുമ്പോൾ തന്നെ, കാരണം ഞാൻ പറഞ്ഞു ആ ഒരാഴ്ച തന്നെ ഫുൾ ടെൻസ്ഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് പറഞ്ഞ് രജിസ്റ്റർ നമ്പർ എൻ്റെ ലിസ്റ്റിൽ നോക്കുമ്പോൾ എൻ്റെ നമ്പർ കാണുന്നുണ്ട്. പിന്നെ കൈയൊക്കെ തണുത്ത് വരയ്ക്കാൻ തുടങ്ങി. അങ്ങനെ എന്താ പറയുക, അതൊന്നും ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ, അത് നമ്മൾ ലൈഫിൽ ഒരു തവണ അനുഭവിച്ചറിയേണ്ട തന്നെ ആ ഒരു സിറ്റുവേഷനാണത്. ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ നേടിയെടുക്കുക. ആ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ശരിക്കും അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന എനിക്കില്ല. നിങ്ങൾ ഓരോരുത്തരും എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഓരോരുത്തരും അനുഭവിച്ചറിയേണ്ട ഒരു സ്റ്റേജ് തന്നെയാണത്. അമിത്, ഇപ്പം ഈ ഒരു റിസൾട്ട് അച്ഛൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു? അത് ഞാൻ റേസിൽ നിന്നാണല്ലോ ഞാൻ റിസൾട്ട് നോക്കുന്നത്. അപ്പോൾ വളരെ കുറച്ച് ഫ്രണ്ട്സിനെ മാത്രം ഞാൻ വിളിച്ചു പറഞ്ഞു. പക്ഷെ അച്ഛനെയും അമ്മേനെ ഞാൻ വിളിച്ചില്ല. കാരണം എനിക്കിത് നേരിട്ട് പറഞ്ഞ് അന്നേരം മീൻസ് ഞാൻ ആദ്യം വിളിച്ചു പറയുകയാണെങ്കിൽ പിന്നെ വീട്ടിൽ ചെന്നാൽ ആ ഒരു ടൈം ഗ്യാപ്പിൽ തന്നെ ഒരു നേരിട്ട് കാണാൻ പറ്റൂല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരുപാട് കാലം കാണുന്ന സ്വപ്നമായത്. ഞാനിങ്ങനെ ഇത് നേടിയെന്ന് പറയുമ്പോൾ അവരെ മുഖത്തുണ്ടാവുന്ന എനിക്ക് ഉറപ്പായിരുന്നു എന്തായാലും അത്രയും ഒരു പീക്ക് സ്റ്റേജിലായിരിക്കും അവരുണ്ടാവുന്നത്. അപ്പോൾ അത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുക, എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തട്ടെന്ന് വിചാരിച്ച് വിളിച്ചു പറഞ്ഞ ഒന്നുമില്ല. ഞാൻ നേരിട്ട് അവിടെ പോയി പറയുന്നതാണ്. അത് പിന്നെ വീട്ടിൽ നടന്ന സംഭവം എന്നൊക്കെ പറയുകയാണെങ്കിൽ അതൊക്കെ എന്താ പറയാ, അതൊന്നും അങ്ങനെ എന്തായിരുന്നു ചെയ്യാൻ പറ്റുമോ? അമ്മ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അമ്മയ്ക്ക് കാരണം ഞാൻ ഈ ഏതൊക്കെ അവസ്ഥയിൽ കൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. എന്നെ ഇവിടെ പുറത്തുനിന്ന് കാണുന്ന കുറച്ച് പേരേ ഉള്ളൂ. ബാക്കി വീട്ടിൽ നിന്നാണെങ്കിലും രാത്രി അങ്ങനെ ഒരുപാട് സ്റ്റേജിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ നേരിട്ട് കാണുന്ന ഒരാളെന്ന് പറയുന്നത് എൻ്റെ അമ്മ തന്നെയായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയും ഞാൻ പറഞ്ഞ പോലെ അവർ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയില്ല. കാരണം എൻ്റെ എഫേർട്ടൊക്കെ അവർ കാണുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കറിയുന്നു ഇതിപ്പോൾ ഞാൻ അച്ചീവ് ചെയ്ത ഞാൻ എത്രത്തോളം സന്തോഷിക്കുകയോ അതേ അളവിൽ തന്നെ അവർക്കും അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവുന്നു. പറഞ്ഞ പോലെ തന്നെ അത് അമ്മ കെട്ടിപ്പിടിച്ച് കരച്ചിലോ അതൊക്കെ ആയിരുന്നു. പക്ഷെ അതൊരു ഡ്രീം കം ട്രൂ മൊമെന്റ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ വളരെ നേരിട്ട് അനുഭവിച്ചാൽ ആ ഒരു മൊമെന്റ്. അതെ, അത് നമ്മൾ ഫീൽ ചെയ്യേണ്ട ഒരു സാധനം, ഒരു വേറെ തന്നെ ഒരു പ്രൈസ്ലെസ് മൊമെന്റ്. അതെ, അങ്ങനെ തന്നെ പറയാം. അമിത്, ഞാൻ ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അപ്പൊ നമുക്ക് റിസൾട്ട് വന്ന സമയത്തെ അമിത്തിന്റെ മൈൻഡിൽ ഫസ്റ്റ് വന്ന BGM ഏതാ? BGM ആയിട്ട്
എന്ന് വെച്ചാൽ നമുക്കിപ്പം എല്ലാവരും മൈൻഡിലും ഉണ്ടാവും, എനിക്ക് ക്രാക്ക് ആയി കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ബീജം എനിക്ക് പോസ്റ്റ് ഇടണം, എല്ലാവരും സ്വപ്നമായിരിക്കും. ഓക്കെ, അപ്പൊ അമിത്തിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഞാനങ്ങനെ സോഷ്യൽ മീഡിയ ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്, ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും ഒക്കെ. പക്ഷേ ഈ ഒരു കുറച്ച് കാലമായിട്ട് ഞാൻ എല്ലാത്തിനും ഒന്ന് ഹൈഡായി നിൽക്കുകയായിരുന്നു. മീൻസ് ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആണെങ്കിൽ തന്നെ എന്നെ പോസ്റ്റ് ചെയ്യുന്ന എനിക്ക് വലിയൊരു ലൈക്ക് ഇല്ലാതെ, മീൻസ് ഐ ഡോണ്ട് എക്സിസ്റ്റ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലേക്കൊക്കെ ഞാൻ മാറിയായിരുന്നു. മീൻസ് എനിക്കൊരു പേടിയായിരുന്നു, ഇങ്ങനെ ആരെങ്കിലും ചോദിക്കില്ല നീ ഇപ്പം എന്താ ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ എൻ്റെ മനസ്സിൽ അന്നേരം ഉണ്ട്, ഇല്ല ഇതൊന്ന് കിട്ടിയിട്ട് അങ്ങനെ ഒന്ന് ഉഷാറാവാന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ അതുവരെ ഞാൻ ഒന്ന് ഹൈഡായി നിന്ന്. അതിനുശേഷം ഈ ഞാൻ പറഞ്ഞല്ലോ June 11 റിസൾട്ട് വന്നത്. അപ്പോൾ ഇവിടെ പറയാൻ പറ്റുമോ എനിക്കറിയില്ല, പക്ഷേ ഞാനൊരു കട്ട RCB ഫാനാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് അച്ചീവ് ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് വിരാട് കോഹ്ലി കപ്പടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജൂൺ മാസം എന്നെ സംബന്ധിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്ന ഈ ഒരു വർഷം തന്നെ രണ്ട് മൊമെന്റും ഏകദേശം ഒരേ സമയത്ത് സംഭവിച്ചു. അതെ, ഇത് അറിയുന്നവർക്ക് അറിയാം. മീൻസ് 18 കൊല്ലമായിട്ട് ട്രൈ ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ ഈ 2025 പ്രത്യേകത എന്ന് പറയുന്നത് അതാണ്. മീൻസ് നടക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഫുട്ബോളിലാണെങ്കിലും ക്രിക്കറ്റിലാണെങ്കിലും നടന്നതാണ്. ഇപ്പോൾ ലാസ്റ്റ് സൗത്ത് ആഫ്രിക്ക കപ്പടിച്ചതും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നടന്നതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഡ്രീം തന്നെയായിരുന്നു വിരാട് കോഹ്ലി കപ്പടിക്കുന്നു. മീൻസ് കൃത്യം June 3 അന്ന് ഒക്കെ ഞാൻ ലൈവ് കാണുന്ന കളിയാണ്. അങ്ങനത്തെ മൊമെന്റ്സ് ഒന്നും ഞാൻ അങ്ങനെ മിസ്സാക്കാറൊന്നുമില്ല. മീൻസ് സോഷ്യൽ മീഡിയ ഒന്ന് ഹൈഡാണെങ്കിലും ബാക്കി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ പല സ്റ്റേറ്റിൽ കൂടെ കടന്നു പോകണമെങ്കിലും നമുക്ക് സന്തോഷം തരുന്ന പല കാര്യങ്ങളും നമ്മൾ മിസ്സാക്കാതിരിക്കുക. കാരണം എപ്പോഴും ഇത് തന്നെ ആയിരുന്നാലും നമുക്ക് മൈൻഡ് അങ്ങോട്ട് സെറ്റ് ആവില്ല. അപ്പോൾ അതൊക്കെ ഞാൻ ലൈവായിട്ട് കണ്ടൊരു കാര്യമാണ്. അപ്പോൾ June 3 എങ്ങനെയാണ് ഫൈനലി. അപ്പോൾ അന്ന് ഇതേപോലെ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഈ മനുഷ്യൻ ഇത്രയും ലോയലായിട്ട് നിന്ന് ഇത്രയും എഫേർട്ട് എടുത്തിട്ട്, അതാണ് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം. മീൻസ് 18 കൊല്ലം മുമ്പ് കൃത്യമായിട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഈ ഒരു കപ്പ് എടുക്കണം എന്നുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ട് അത്രയും ഹാർഡ് വർക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് ഇനി വരുന്ന കുട്ടികളോട് പറയാനുള്ള കാര്യം അത് തന്നെയാണ്. നമ്മൾ ഇതിപ്പോൾ അടുത്ത എക്സാം കിട്ടും അല്ലെങ്കിൽ തൊട്ടടുത്ത വർഷത്തെ കിട്ടും എന്നല്ല, നമ്മൾ എത്രയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കുക. മീൻസ് പെട്ടെന്ന് കിട്ടുന്ന ഒരു ജോബൊന്നും ആയിരിക്കില്ല. ചിലർക്ക് ഇത് പെട്ടെന്ന് കിട്ടും, ചിലർക്ക് പെട്ടെന്ന് കിട്ടിക്കോളുന്നില്ല. അപ്പോൾ വിരാട് കോഹ്ലി 18 വർഷം എടുത്തു ഒരു കപ്പടിക്ക്. മൂപ്പർക്ക് അദ്ദേഹത്തിനെ സംബന്ധിച്ച് കഴിവില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, പക്ഷെ ഒരുപാട് ഫാക്ടേഴ്സ് ഇതിന് നമുക്ക് സെറ്റായി വരണം, എന്നെങ്കിലേ നമുക്കിത് ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഈ RCB കപ്പടിക്കുന്നു, കൃത്യം ഒരാഴ്ച കഴിഞ്ഞു ഞാൻ എൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല ഇത് ഡ്രീമാണോ റിയാലിറ്റി ആണോ എന്ന്. മീൻസ് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരുപാട് കാര്യങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ നടക്കുന്നവരോ വളരെ ഒരു സന്തോഷമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിനു മുന്നേ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ യൂസ് ചെയ്യുന്നവരെ ഇങ്ങനെ ഓരോ റീൽസൊക്കെ ഇങ്ങനെ കാണും. മീൻസ് ഇത് അച്ചീവ് ചെയ്താൽ ഇങ്ങനെ വരുന്ന സംഭവം. മീൻസ് അന്ന് തന്നെ നമ്മളുണ്ട് ഈ ജേഴ്സിയിലെ റെയിൽവേ സ്റ്റേഷൻ ആ തീം ഉണ്ടല്ലോ. അപ്പോൾ അന്ന് അത് ഞാനിങ്ങനെ വിചാരിച്ച് RCB കപ്പടിച്ചാൽ ഇത് പോസ്റ്റ് ചെയ്യണം, അതാക്കണം എന്നൊക്കെ. പക്ഷെ വേണ്ട, ഈ റിസൾട്ട് വന്ന് പിറ്റേത്തെ ആഴ്ച റിസൾട്ട് വന്ന് ഇതെങ്ങനെ കിട്ടിയില്ലെങ്കിൽ പിന്നെ രണ്ടാമത് ഡൗൺ ആയി പോവല്ലോ, അങ്ങനെയൊക്കെ വിചാരിച്ച ആ ഒരു ക്ലാഷിലേക്കായിരുന്നു. എന്തായാലും ആ ഒരു മൊമെന്റ് സന്തോഷം, വളരെ സന്തോഷമായിരുന്നു. അല്ല എന്ന് വെച്ചാല് RCB അന്ന് June 3 കപ്പായിട്ട് നിൽക്കുമ്പോൾ അമിത്തിന്റെ മൈൻഡിൽ എന്താ ഇതേപോലെ തന്നെ എനിക്ക് റിസൾട്ട് ആയിട്ട് നിൽക്കണം എന്നായിരുന്നു? അതെ, സത്യം പറഞ്ഞാൽ അത് തന്നെയായിരുന്നു. മീൻസ് ആ ഒരു വീക്ക് തന്നെ ഇതിന്റെ റിസൾട്ടും അനൗൺസ് ചെയ്യുമെന്ന് ആദ്യം അറിയായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ നല്ല ടെൻസ്ഡ് ആയിരുന്നു. എന്നാലും ആ ഒരു മൊമെന്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നി, മീൻസ് നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നോ, എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നവരൊക്കെ അച്ചീവ് ചെയ്യുന്ന ഒരു കാലമാണിത്. മീൻസ് അത്രത്തോളം നമുക്ക് വേണ്ടി നമ്മൾ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യുന്നോ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടി തുടങ്ങുന്നുണ്ട്. പലതും നമ്മളിങ്ങനെ കാണാൻ തുടങ്ങി. അത്ര കഷ്ടപ്പെടുന്ന ഒരാൾ അയാൾ എന്താണോ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അയാളുടെ ഡ്രീം എന്താണോ അതൊക്കെ നേടുന്നുണ്ട്. മീൻസ് നമ്മൾ സത്യസന്ധമായിട്ട് നമുക്ക് വേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ചെയ്ത് 100% എഫേർട്ട് ഇടുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് 100% നമുക്ക് കിട്ടുമെന്ന് ഇത്രയും കാര്യങ്ങളിലൂടെ എനിക്ക് തന്നെ ഉറപ്പായി. അപ്പോൾ എനിക്ക് ചെറിയൊരു വിശ്വാസമൊക്കെ വന്ന് തുടങ്ങി. മീൻസ് ഞാൻ എടുത്ത എഫേർട്ട് എന്താണോ, ഞാൻ എത്രത്തോളം ഇതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തോ, അപ്പോൾ അതൊക്കെ വളരെ സിൻസിയറായിട്ട് തന്നെയായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു എക്സാംസ് ഞാനും ക്ലിയർ ചെയ്യുന്നുള്ളത്. ഓരോ എക്സാം കഴിയുമ്പോഴും എനിക്ക് ഇതായിരുന്നു. RRB കഴിഞ്ഞു, IBPS കഴിഞ്ഞു. അപ്പോൾ അടുത്ത വരെയുള്ള SBI നമുക്ക് അറിയാലോ, കുറച്ചുകൂടി അതിൻ്റെ ഒരു സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് ആദ്യം അറിയായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി കുറച്ചുകൂടി എഫേർട്ട് എടുക്കുകയും ചെയ്തു. എന്തായാലും കൃത്യമായിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഹാപ്പിയാണ്. എന്തായാലും ഈ ഒരു മൊമെന്റിൽ അമിത്തിന് ആരോടൊക്കെയാണ് താങ്ക്സ് പറയാനുള്ളത്? ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ
എന്നെ അത്രയും സപ്പോർട്ട് ചെയ്തേ എനിക്ക് ഏറ്റവും എടുത്തു പറയാനുള്ളത് എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ്. ഏതൊരു സ്റ്റേജിൽ പോലും എന്നെ ഒരു തരത്തിൽ അവർ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അത്ര എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. എങ്ങനെയൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുമോ അതിൻ്റെ മാക്സിമം അവർ തന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആയിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അതേപോലെ എൻ്റെ കൂടെ നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്നെ സഹായിച്ച് പല അവസരങ്ങളിലൂടെ എന്നെ സഹായിച്ച എൻ്റെ ഫ്രണ്ട്സിനും മറ്റ് ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും എടുത്തു പറയേണ്ടത് ഇവിടുത്തെ കോഴിക്കോട് റേസിലെ മെൻറ്റേഴ്സിനും ടീച്ചേഴ്സിനും തന്നെയാണ്. മീൻസ് രാത്രി ഇപ്പോൾ ഏത് സമയത്ത് ചെല്ലുകയാണെങ്കിലും നമ്മളെ DCR റൂം ഉണ്ടല്ലോ, ഡൗട്ട് ക്ലാരിഫിക്കേഷൻ റൂം, അവിടെ എപ്പോഴും നമുക്കൊരു മെൻറ്റർ അവൈലബിൾ ആയിരിക്കും. അതേപോലെ ഇപ്പോൾ ലാബിലാണെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ മുകളിലേക്ക് ചെല്ലുക, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ അവരെ ആളില്ല എന്നാണെങ്കിലും നമുക്ക് വാട്സപ്പിലോ ടെലിഗ്രാമിലോ മീൻസ് നമ്മളൊരു ഫ്രണ്ട്സിനെ പോലെ തന്നെ കണക്കാക്കാൻ പറ്റുന്നത്. ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, സാറോട് ഇങ്ങനെ ചോദിക്കാൻ പറ്റുമോ, വാട്സപ്പിൽ മെസ്സേജ് ഇതാക്കാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു ഫീലും വന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ പല വെൻഡേഴ്സിനും ഞാൻ ടെലിഗ്രാമിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നു, ഈ ക്വസ്റ്റിൻ അറിയില്ല, ഇതെങ്ങനെ ചെയ്തു തരാം, ഏത് സമയത്ത് ക്വസ്റ്റിൻ അയക്കുകയാണെങ്കിലും അവരൊക്കെ കൃത്യമായിട്ട് അതിനുള്ള മറുപടി തന്നിട്ടും അങ്ങനെ എല്ലാ തരത്തിലും ഒക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സപ്പോർട്ടായിട്ട് എനിക്ക് വേണ്ടി നിന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ്. അപ്പം ഇതാണ് അമിത്തിൻ്റെ സ്റ്റോറി. നമുക്ക് അമിത്തിന് എല്ലാവിധ ആശംസകളും നേരാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.